ഹായ് ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം എതിരയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാന്നല്ലേ, നമ്മുടെ പൊന്മുടിക്കാണേ. അടിപൊളി ക്ലൈമറ്റ് ആണെന്നൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ പോയതാണേ. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല കൊട്ട വെയിലായിരുന്നേ. എന്നാലും അത്യാവശ്യം നല്ല കാറ്റും മൂടൽമഞ്ഞൊക്കെ ഉണ്ടേ. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ. തിരുവനന്തപുരം ജില്ലയ്ക്ക് 61 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി കായൽ നിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരെയാണ്. അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും മൂടൽമഞ്ഞുമുള്ളതാണ്. പൊന്മുടി എന്ന പേര് വന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? പണ്ട് മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന പേര് വന്നത് എന്നാണ് ആദിവാസികൾ വിശ്വസിക്കുന്നത്. എന്നാൽ പേരിൻ്റെ യഥാർത്ഥ കാരണം ഇവിടെ പുരാതന കാലത്തുണ്ടായിരുന്ന ബുദ്ധ ജൈന സംസ്കാരമാണ് എന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. പൊന്മുടിയിലെ തേയിലത്തോട്ടങ്ങൾ അതിപ്രശസ്തമാണ്. പൊന്മുടി കൊടുമുടിയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ അകലെയാണ് വിനോദസഞ്ചാര കേന്ദ്രം. ഈ സ്ഥലം എക്കോ പോയിന്റ് എന്നറിയപ്പെടുന്നു. സാഹസിക മലകയറ്റം തുടങ്ങുന്നതിനുള്ള തുടക്ക സ്ഥലമാണ് പൊന്മുടി. നടന്നു വന്ന ക്ഷീണത്തിൽ കുറച്ചിരിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ ആ തണുത്ത കാറ്റുണ്ടല്ലോ, എൻ്റെ പൊന്നു, എത്ര പറഞ്ഞാലും മതി വരില്ല. ഭയങ്കര മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു കുളിർമയാണേ. പിന്നെ വാപ്പിയും മോളും കൂടി ഇതേ ആ കാഴ്ച കണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് പേര് കോൽക്കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. അവിടെ അവർ കളിക്കുന്ന കോൽക്കളി കണ്ടിട്ട് എനിക്കിവിടെ ഇരിപ്പ് വന്നില്ല. ഞാൻ നേരെ അങ്ങോട്ട് പോയി കേട്ടോ, അവരുടെ അടുത്തേക്ക്. പോകുന്ന വഴിക്ക് ഇവിടെയും കുറച്ച് ടീം കളിക്കുന്നുണ്ടായിരുന്നേ. പൊന്മുടിയിൽ പോകാനുള്ള പ്രധാന റീസൺ തന്നെ ഇതുപോലുള്ള ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരെ മൈൻഡും അവരുടെ വൈബൊക്കെ പൊളിയാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ കോൽക്കളി അതിമനോഹരമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം നിന്ന് കേട്ടോ. ഈ സമയം കുറച്ച് മൂടൽമഞ്ഞൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നേ. പൊന്മുടിയിൽ പോവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ പോകണം കേട്ടോ, അടിപൊളിയാണേ. വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കോടയൊന്നും കാണാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഏതെങ്കിലും കോട ഇറങ്ങുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു. പൊന്മുടിയിലെ വിശേഷങ്ങൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ തീരില്ല. പൊന്മുടിയിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു മലയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി അവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഞാൻ ബാക്കി മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.